എന്തുകൊണ്ടാണ് കിടക്കയിൽ നിന്ന് വലതുവശം തിരിഞ്ഞെണീക്കണമെന്ന് പറയുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദിവസത്തിൽ എപ്പോഴെങ്കിലും കുസൃതി അല്പം കൂട്ടുന്ന കുട്ടികളെപ്പറ്റി രക്ഷിതാക്കൾ സാധാരണ പറയാറുണ്ട്, ഇവൻ ഇന്ന് ഇടതുവാക്ക് എണീറ്റെന്നാണ് തോന്നുന്നത്. ആ ചൊല്ലിൽ നിന്ന് തന്നെ ഇടതുവാക്ക് അഥവാ ഇടതുവശം തിരിഞ്ഞെണീറ്റാൽ എന്തോ കുഴപ്പമാണെന്ന് മനസ്സിലാക്കാം. മേലുദ്ധരിച്ചത് രക്ഷിതാക്കൾ വ്യക്തമായി മനസ്സിലാക്കി പറയുന്നതല്ലെങ്കിലും ദിവസവും വലതുവശം തിരിഞ്ഞെണീക്കേണ്ട ആവശ്യകത വളരെ വലുതാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മെ പരിശീലിപ്പിച്ച ഈ ഒരു ആരോഗ്യ മാർഗത്തിൻ്റെ സാധുത അടുത്ത കാലത്തായി പാശ്ചാത്യ ഭിഷഗ്വരന്മാരും പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിന് ചുറ്റും 2 കാന്തിക വലയങ്ങളുണ്ട്. അവയിൽ ആദ്യത്തെ കാന്തിക വലയം കാലിൽ നിന്ന് ശിരസിലേക്കും മറിച്ച് ശിരസിൽ നിന്ന് കാലിലേക്കും പ്രദക്ഷിണം വയ്ക്കുന്നു. രണ്ടാമത്തേതാകട്ടെ ഇടതുവശത്തു നിന്ന് മുൻഭാഗത്തുകൂടെ വലത്തോട്ടും വലതുവശത്ത് നിന്ന് പിന്നിൽ കൂടി ഇടതുവശത്തേക്കും പ്രദക്ഷിണം വയ്ക്കുകയാണ്. കാന്തിക വലയത്തിൻ്റെ ഗതിക്കനുസരിച്ച് ശരീരചലനം കാന്തിക വലയത്തിൻ്റെ വൈൻഡിങ് ദൃഢപ്പെടുത്തും. മറിച്ചായാൽ വൈൻഡിങ് അയഞ്ഞ് ശരീരയന്ത്ര സംവിധാനത്തിൻ്റെ തന്നെ പ്രവർത്തനശേഷി ക്ഷയിക്കാൻ ഇടവരും. ശരീരം വലതുവശം തിരിഞ്ഞെണീക്കുന്നത് വൈൻഡിങ് കൂടുതൽ ദൃഢമാവാൻ സഹായിക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും സമ്മതിക്കുന്നു. സാധാരണ നമ്മൾ കുട്ടികൾ വലതുഭാഗം തിരിഞ്ഞെണീറ്റില്ലെങ്കിൽ അഥവാ ഇടതുഭാഗം തിരിഞ്ഞാണ് എണീറ്റെങ്കിൽ നമ്മൾ സാധാരണ രക്ഷിതാക്കൾ പറയാറുണ്ട്, എന്തെങ്കിലും അന്ന് ഒരു വീഴ്ചയോ എന്തെങ്കിലും ഒരു അപകടം പറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ രാവിലെ നിങ്ങൾ ഇടതുഭാഗം തിരിഞ്ഞെണീറ്റത് കൊണ്ടതല്ലേ നിങ്ങൾക്ക് ഇന്ന് ഇത് സംഭവിച്ചതെന്ന് അല്ലേ. അപ്പോൾ സാധാരണ നമ്മളെ മനസ്സിലും നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നുള്ള ആ ഒരു നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇടതുഭാഗം തിരിഞ്ഞെണീക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പുറമെ ഇതുപോലുള്ള സയൻസും ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം.